ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കുറേ നാളായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ ചേമ്പിലപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ഇലകളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇല നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇലയുടെ ഞരമ്പുകളും അതൊക്കെ കളയണേ. അപ്പം ഇത് കളയുന്നതിനിടയ്ക്ക് മുറിഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇലയുടെ വെയിനൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കഴുകിയിട്ട്. അപ്പം പച്ചരി 1 മണിക്കൂർ മുമ്പേ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങയും പച്ചരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കായവും ഇട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കും കേട്ടോ. അപ്പം ഇലയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എരിവും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണേ. ശരിക്കും പറഞ്ഞാൽ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ചില ഇലകളൊക്കെ ചിലപ്പോൾ ചൊറിയുവേ. പിന്നെ കഴുകിയ ഇലയിൽ നമ്മൾ മാവ് പുരട്ടുവാണ്. ഇങ്ങനെ അടുക്കടുക്കായിട്ട് പുരട്ടണം കേട്ടോ. ഒരു ഇലയുടെ പുറത്ത് പിന്നെ രണ്ടാമത്തെ ഇലയിട്ട് അങ്ങനെ നമുക്ക് എത്ര റോള് വേണോ അത്രയും അങ്ങനെ പുരട്ടണേ. ചെറിയ റോളാണെങ്കിൽ കുറച്ച് ഇലയിൽ പുരട്ടിയാൽ മതിയായിരിക്കും. ഞാൻ ഏകദേശം ഒരു വലിയ റോളാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ബാക്കി വരുന്ന മാവും കൂടെ സൈഡിലും എല്ലായിടത്തും പുരട്ടി ഇതാക്കുവാണ്. ഇത് നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിലിട്ട് പുഴുങ്ങാൻ വെക്കണം കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചാണ് കഴിക്കുന്നത്. നമ്മുടെ GSD സമുദായങ്ങൾക്കിടയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പത്രോട അല്ലെങ്കിൽ ചേമ്പിലപ്പം എന്നാണ് പറയുന്നത്. ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഇത് കഴിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. ഇലകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ മുരിങ്ങയില മാത്രം നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എടുക്കത്തില്ല കേട്ടോ. വിഷാംശം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അതറിയില്ല. പിന്നെ നമ്മൾ ആ റോളിലേക്ക് നമ്മൾ മറ്റേ വാഴനാര് വെച്ച് കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒഴുകുന്നുണ്ട് മാവ്. പിന്നെ അത് ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചു പുഴുങ്ങുവാണ് കേട്ടോ. ഏകദേശം ഒരു 5-6 ആയിട്ടുണ്ട്. ചെറിയ ചെറിയ റോളാക്കിയാണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഞാനാക്കിയത് ഇച്ചിരി വലിയ റോളായി പോയി. അപ്പോൾ നന്നായിട്ടൊന്ന് പുഴുങ്ങി സെറ്റാക്കണം കേട്ടോ. ഇത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നന്നായിട്ടൊന്ന് പുഴുങ്ങണേ. വെന്തോ നോക്കാൻ വേണ്ടി നമ്മൾ ഈ പിച്ചാത്തി ഇങ്ങനെ കുത്തി വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ഏകദേശം ഇതായിട്ടുണ്ട്. ഇതിൽ എണ്ണ ഒഴിച്ച് കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ച് കഴിക്കുന്നത് ഇപ്പം തന്നെ എൻ്റെ വായിൽ കൊതി ഊറുവാണ്. സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ആര്യക്കുട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് കൊടുത്ത പുള്ളിക്കാരൻ പറഞ്ഞ് ചൊറിയുന്നെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടാതെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ചൊറിയുന്നെന്ന് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ബാക്കിയുള്ള ചേമ്പിലപ്പം ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇലയ്ക്കകത്ത്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗീത ചേച്ചി ഉണ്ടാക്കിയതാണ് ബാക്കിയെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.